This video briefly explains the regulation of kidney function. വൃക്കയുടെ പ്രവർത്തനം എങ്ങനെയെല്ലാം നിയന്ത്രിക്കപ്പെടുന്നു എന്നതാണ് ഈ വീഡിയോയിൽ ചുരുക്കി വിശദീകരിച്ചിരിക്കുന്നത്. Control by anti-diuretic hormone or ADH. Control by juxtaglomerular apparatus or JGA. Control by atrial natriuretic factor, that is ANF. ആൻറ്റി-ഡയൂററ്റിക് ഹോർമോണിൻ്റെ പ്രവർത്തനം, ജക്സ്റ്റാഗ്ലോമറുലാർ അപ്പാരറ്റസിൻ്റെ പ്രവർത്തനം, ഏട്രിയൽ നാട്രിയൂററ്റിക് ഫാക്ടറിൻ്റെ പ്രവർത്തനം. First about the control by anti-diuretic hormone, that is ADH. ADH is also called vasopressin. It's secreted by hypothalamus and released into blood by pituitary. ADH vasopressin എന്നും അറിയപ്പെടുന്നു. ഇത് ഹൈപ്പോതലാമസിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കപ്പെട്ട് പിറ്റ്യൂട്ടറി ഗ്രന്ഥി വഴി രക്തത്തിലെത്തുന്നു. എങ്ങനെയാണ് ആൻറ്റി-ഡയൂററ്റിക് ഹോർമോൺ ഒരു കിഡ്നിയുടെ പ്രവർത്തനത്തെ നിയന്ത്രിക്കുന്നത്? When water content of the body is low, ADH is produced and wall of the kidney tubules become permeable to water. Then more water is reabsorbed in the kidney tubules and urine becomes concentrated. ശരീരത്തിൽ നിന്ന് അമിതമായ ദ്രാവക നഷ്ടമുണ്ടാകുമ്പോൾ ആൻറ്റി-ഡയൂററ്റിക് ഹോർമോൺ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. ADH വൃക്കാനളികകളുടെ ഭിത്തി ജലത്തിന് സുതാര്യമാക്കുകയും ജലത്തിൻ്റെ പുനരാഗീകരണം കൂടുകയും ചെയ്യും. ഇതിൻ്റെ ഫലമായി മൂത്രത്തിലെ ജലാംശം കുറയുന്നു, ഗാഢത കൂടുകയും ചെയ്യുന്നു. ശരീരത്തിൽ ജലാംശം കുറയുമ്പോൾ ADH ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. വൃക്കാനളികകൾ ജലത്തിന് സുതാര്യമാകുന്നു, ജലം പുനരാഗീകരണം ചെയ്യപ്പെടുന്നു, മൂത്രത്തിൻ്റെ ഗാഢത കൂടുന്നു. When water content of the body is high, ADH is not produced. Then wall of the renal tubules become less permeable to water and water is not reabsorbed, resulting in dilute urine. ശരീരത്തിൽ ജലാംശം കൂടുമ്പോൾ ADH ഉൽപ്പാദിപ്പിക്കപ്പെടുന്നില്ല. വൃക്കാനളികകളുടെ ഭിത്തി ജലത്തിന് അതാര്യമാകും. ജലം പുനരാഗീകരണം ചെയ്യപ്പെടുന്നില്ല. അതിൻ്റെ ഫലമായി ഗാഢത കുറഞ്ഞ മൂത്രമുണ്ടാകുന്നു. Deficiency of ADH result in a disease called diabetes insipidus. ആൻറ്റി-ഡയൂററ്റിക് ഹോർമോണിൻ്റെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗമാണ് ഡയബറ്റീസ് ഇൻസിപ്പിഡസ്. നെക്സ്റ്റ് അബൌട്ട് ദ റെഗുലേഷൻ ഓഫ് കിഡ്നി ബൈ ജക്സ്റ്റാഗ്ലോമറുലാർ അപ്പാരറ്റസ് ഓർ JGA. വെൻ ബ്ലഡ് പ്രഷർ ഇൻ ദ അഫിറൻ്റ് ആർട്ടീരിയോൾ ഡിക്രീസസ്, JGA റിലീസസ് ആൻ എൻസൈം നോൺ ആസ് റിനിൻ ഇൻ ടു ദ ബ്ലഡ്. അഫിറൻ്റ് ആർട്ടീരിയോളിലെ രക്തസമ്മർദ്ദം കുറഞ്ഞാൽ JG കോശങ്ങൾ റെനിൻ എന്ന എൻസൈം ഉൽപ്പാദിപ്പിക്കുന്നു. Renin converts a plasma protein angiotensinogen to a hormone called angiotensin first and then to angiotensin second. Renin രക്തത്തിലെ ആൻജിയോടെൻസിനോജൻ എന്ന പ്ലാസ്മ പ്രോട്ടീനെ ആൻജിയോടെൻസിൻ ഫസ്റ്റും പിന്നീട് അതിനെ ആൻജിയോടെൻസിൻ സെക്കൻഡുമാക്കി മാറ്റുന്നു. ആൻജിയോടെൻസിൻ സെക്കൻഡ് കൺസ്ട്രിക്ട്സ് ദ ആർട്ടീരിയോൾസ് and blood pressure is increased, thereby increasing glomerular filtration rate. ആൻജിയോടെൻസിൻ സെക്കൻഡ് രക്തക്കുഴലുകളെ ചുരുക്കുകയും ബ്ലഡ് പ്രഷർ കൂട്ടുകയും ചെയ്യും. അഫിറൻ്റ് ആർട്ടീരിയോളിലെ രക്തസമ്മർദ്ദം കുറഞ്ഞാൽ JGA റെനിൻ എന്ന എൻസൈം ഉണ്ടാക്കുന്നു. റെനിൻ ആൻജിയോടെൻസിനോജൻ എന്ന പ്ലാസ്മ പ്രോട്ടീനെ ആൻജിയോടെൻസിൻ ഫസ്റ്റ് ആക്കുന്നു, പിന്നീട് അതിനെ ആൻജിയോടെൻസിൻ സെക്കൻഡ് ആക്കുന്നു. ആൻജിയോടെൻസിൻ സെക്കൻഡ് രക്തക്കുഴലുകളെ ചുരുക്കുകയും രക്തസമ്മർദ്ദം കൂടുകയും ചെയ്യും. Angiotensin second also leads to the production of aldosterone from adrenal gland, which cause reabsorption of sodium ions and water from the distal part of the tubule. This will also increase blood pressure and glomerular filtration rate. Angiotensin second adrenal ഗ്രന്ഥിയെ ഉത്തേജിപ്പിക്കുന്നത് മൂലം ആൾഡോസ്റ്റീറോൺ എന്ന ഹോർമോൺ ഉണ്ടാവുകയും ഇത് സോഡിയം അയോണുകളുടെയും വെള്ളത്തിൻ്റെയും പുനരാഗീകരണം ത്വരിതപ്പെടുത്തുകയും രക്തസമ്മർദ്ദം കൂട്ടുകയും ചെയ്യും. ആൻജിയോടെൻസിൻ സെക്കൻഡ് അഡ്രിനൽ ഗ്ലാൻഡിനെ ഉത്തേജിപ്പിച്ച് ആൾഡോസ്റ്റീറോൺ ഉണ്ടാകുന്നു. ഇത് സോഡിയത്തിൻ്റെയും ജലത്തിൻ്റെയും പുനരാഗീകരണം വർദ്ധിപ്പിക്കുന്നത് മൂലം രക്തസമ്മർദ്ദം കൂടുന്നു.
This complex mechanism is generally known as renin-angiotensin mechanism. ഈ സങ്കീർണമായ സംവിധാനത്തെ പൊതുവായി റിനിൻ ആൻജിയോടെൻസിൻ സംവിധാനം എന്ന് പറയുന്നു. The third regulatory mechanism of kidney is done by atrial natriuretic factor. An increase in blood pressure causes the release of a hormone called atrial natriuretic factor or ANF from the wall of the atria of the heart. രക്തസമ്മർദ്ദം കൂടുമ്പോൾ ഹൃദയത്തിലെ ഓറിക്കിളുകളുടെ ഭിത്തിയിൽ നിന്നും ഏട്രിയൽ നാട്രിയൂററ്റിക് ഫാക്ടർ എന്ന ഹോർമോൺ ഉണ്ടാകുന്നു. ANF can cause vasodilation and thereby decrease blood pressure. So, ANF acts as a check on renin-angiotensin mechanism. ANF രക്തക്കുഴലുകളുടെ വികാസത്തിന് കാരണമാവുകയും രക്തസമ്മർദ്ദം കുറയുകയും ചെയ്യും. അതുകൊണ്ട് ANF സംവിധാനം റെനിൻ ആൻജിയോടെൻസിൻ സംവിധാനത്തിൻ്റെ പരിശോധനാ സംവിധാനമായി പ്രവർത്തിക്കുന്നു. രക്തസമ്മർദ്ദം കൂടിയാൽ ഹൃദയത്തിൻ്റെ ഓറിക്കിളുകളുടെ ഭിത്തിയിൽ നിന്നും ഏട്രിയോ നാട്രിയൂററ്റിക് ഫാക്ടർ ഉണ്ടാകുന്നു. ANF രക്തക്കുഴലുകൾ വികസിപ്പിക്കുന്നത് മൂലം രക്തസമ്മർദ്ദം കുറയുന്നു. That's all in this video. See you in the next video number 6. Thank you.